ഇന്ന് നമ്മൾ ഡൈവേർട്ടർ പ്ലേറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ടൈൽ വർക്കൊക്കെ കഴിഞ്ഞ് കിടക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഡൈവേർട്ടറിൻ്റെ ഇതേപോലെ ഒരു ബോക്സ് പുറത്ത് ചാടി നിൽപ്പുണ്ടാവും. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതേപോലെ നൈഫ് ഉപയോഗിക്കുക. ബ്ലേഡ് ഉപയോഗിക്കുന്ന സമയത്ത് ടൈൽസിൽ സ്ക്രാച്ച് വരാതെ നോക്കണം. അപ്പോൾ ഇതേപോലെ അത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉൾഭാഗം ഇതുപോലെ കാണാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, അത് നമുക്കിവിടെ ആവശ്യമില്ല. ഈ ഡൈവേർട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ക്രൂവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അഴിച്ചങ്ങോട്ട് പോരും. നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ വേണം. അപ്പോൾ അത് കാരണം അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത് നമ്മളെടുത്ത് മാറ്റി. അത് വേണ്ട, അത് നമുക്ക് നല്ല ബ്രാസാണ്. വേണമെങ്കിൽ നിങ്ങൾക്കതിനെ ഏത് തരത്തിൽ വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. പൈസ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ ഷവറിൻ്റെ നോബ് ഉണ്ടാവും. അത് ഇതുപോലെ ഒരു കവറിൽ വന്നിട്ടുണ്ടാവും. അത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒരു സ്പ്രിങ് ഇതേപോലെ കാണാം. ആ സ്പ്രിങ്ങോട് കൂടി തന്നെ നമ്മൾ ആ ഹോളത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സ്പാനറൊക്കെ വെച്ച് നല്ല അടിപൊളിയായി ടൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാട്ടോ. നല്ല രീതിയിൽ അത് ടൈറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം നമ്മൾ കമ്പനി തന്നെ നമുക്ക് ഗ്രീസും അതിൻ്റെ വാഷും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. അത് അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്രീസൊക്കെ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിന് നോബ് അപ്ലൈ ചെയ്യണം. നോബ് ഇടണം അതിൻ്റെ മുകളിൽ. അതിന് നോബ് എടുത്തിട്ട് നമ്മൾ വെക്കുക. സ്റ്റീലിൻ്റെ നോബ് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് അതിൽ പിടിപ്പിക്കുക. ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ അത് കയറിപ്പോയിക്കോളും. അതിനാണ് നമ്മൾ ഗ്രീസ് ഇടുന്നത്. ആ സ്മൂത്ത് കിട്ടാനായിട്ടാണ് നമ്മൾ ഗ്രീസ് ഇട്ടത്. അതിനുശേഷം ഒരു പ്ലേറ്റിന് ഇൻസൈഡും ഉണ്ട് ഔട്ടറും ഉണ്ട്. അപ്പോൾ ഇന്നർ പ്ലേറ്റാണ് നമ്മളിവിടെ ആദ്യം വെക്കേണ്ടത്. അപ്പോൾ ഇന്നർ പ്ലേറ്റിന് ഇതേപോലെ സ്ലീവൊക്കെ ഉണ്ടാവും. സ്ലീവ് കറക്റ്റ് ആക്കിയതിന് ശേഷം രണ്ട് ഹോളും കറക്റ്റായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, അത് അവിടെ നിന്നോളും. അതിന് ശേഷം നമ്മൾ സ്ക്രൂ ഉണ്ട്, അതിന് രണ്ട് സൈഡും സ്ക്രൂ ഉണ്ട്, അതെടുത്ത് ഫിക്സ് ചെയ്യാം. സ്ക്രൂ എടുത്ത് പിടിപ്പിക്കണത്. സ്ക്രൂ കറക്റ്റായിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് നല്ല ടൈറ്റ് ചെയ്യണുണ്ടാവും. എന്നിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ ഔട്ടർ പ്ലേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിന് താഴത്തൊരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് കറക്റ്റായിട്ട് ഇടണം. ലോക്ക് കറക്റ്റായി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ജസ്റ്റ് കൈ കൊണ്ട് തട്ടി ഇങ്ങനെ ഇളകി കളിക്കും. അതേപോലെ തിരിച്ച് വരാനും സാധ്യത കൂടുതലാണ്. അതിന് ശേഷം അതിൻ്റെ നമ്മൾ ഹാൻഡിലും കൂടി പിടിപ്പിക്കുക. അല്ലെങ്കിൽ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഡൈവേർട്ടർ പ്ലേറ്റ് ഇതായിട്ടുള്ള വീട്.